കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് റോമാലേഖനം പഠനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടുവരുന്ന പുസ്തകമാണ് റോമാലേഖനം. ഡയറക്റ്റ് അതിലേക്ക് തന്നെ വരികയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചില അറിയിപ്പുകൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് അടുത്ത ആഴ്ച മുതൽ അടുത്ത ഒരു മാസത്തേക്ക് നമുക്ക് ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു സമ്മർ ബ്രേക്ക് മാതിരി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഞാനും സ്ഥലത്ത് കാണത്തില്ല, ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും, നാട്ടിൽ ആയിരിക്കും. അത് കാരണം ഈ ബൈബിൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പല ട്രാവലിങ്ങുകൾ ഉള്ളത് കാരണം അത് കഴിയുന്നില്ല. അതുകൊണ്ട് സെപ്റ്റംബർ ഫുൾ നമുക്ക് ഹോളിഡേ അല്ലെങ്കിൽ സമ്മർ ബ്രേക്ക് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ തിരിച്ച് ആരംഭിക്കുന്നത് 4th ഒക്ടോബറിനാണ്. 4th ഒക്ടോബർ ഒരു സാറ്റർഡേ ആണ്. ഒക്ടോബർ മാസം 4-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 14-ാം തീയതി കോട്ടയം ചർച്ചിൽ ഞാനും ആരാധനയ്ക്കായി ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ കഴിയുന്നത്രയും പേര് ചേർന്ന് വരുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും തിരുവത്താഴത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് അവസരം ലഭിക്കട്ടെ. സെപ്റ്റംബർ 14 ആ സൺഡേയിലെ ആരാധന നമുക്ക് കോട്ടയത്ത് വെച്ചായിരിക്കാൻ കഴിയുന്നത്രയും ആൾക്കാർ വരുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ അവധി സമയത്ത് നമുക്ക് കാണുവാനും കേൾക്കുവാനും അനേക വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്നിരുന്നാലും 36 വീഡിയോകൾ അടങ്ങുന്ന നമ്മുടെ 6ാമത്തെ സീരീസ് ഓഫ് എപ്പിസോഡ്സ്, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ്സ്, അതിന്റെ ടൈറ്റിൽ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഉയർച്ചയും വീഴ്ചയും. ആ ഒരു സീരീസിന്റെ ലിങ്ക് ഞാൻ ഇന്ന് പകലിൽ അനേകർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലുള്ള വീഡിയോകൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് കാണുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഏകദേശം ഒരു 10, 13, 14 വീഡിയോളം സ്നാനത്തെക്കുറിച്ച് തന്നെ അതിലുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്നാനത്തെക്കുറിച്ച് മാത്രം അത്രമാത്രം വീഡിയോകളുണ്ട്. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, ആ വിഷയങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സാത്താന്റെ റിബല്യൻ, വീഴ്ച, ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു സീരീസാണ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി, 6ാമത്തെ സീരീസ്. അത് നിങ്ങൾ കാണുവാനായിട്ട് ഈ ഒരു മാസത്തോളം നമുക്ക് ആ സമ്മർ ബ്രേക്ക് ടൈമിൽ അത് കൂടുതലായിട്ട് കാണുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ റോമാലേഖനം നമ്മൾ ഇതുവരെ പഠിച്ചതും ബാക്കി പഠിക്കാനുള്ളതും ഒക്കെ പല ആവർത്തി ഒരിക്കൽ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു അധ്യായം മാത്രം വായിച്ച് നിർത്തരുത്. കുറഞ്ഞത് ഒരു 4-5 അധ്യായമെങ്കിലും മിനിമം വായിക്കണം. അങ്ങനെ വായിച്ച് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് റോമാലേഖനം വായിച്ച് തീർക്കണം. അതുപോലെ തന്നെ പല ആവർത്തി അത് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതും പഠിക്കാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാനത് വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ റോമ ലേഖന പഠനത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ആ ചിന്തകളിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ ബൈബിൾ എടുക്കണമെന്നില്ല, ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന ഭാഗം. അധികം എടുത്തിട്ടില്ല. 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ലളിതമായ ഒരു ചിന്തയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഭാഗം ഞാൻ അധികം എടുക്കാത്ത അത്രയും ഭാഗത്ത് തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അത്രയും ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർഷനാണ്. എന്നാൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് അതിൽ മാത്രം നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, റോമാലേഖന പുസ്തകം നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ ഏകദേശം 5 ചിന്തകളാണ് പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ 2 ചിന്തകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1 മുതൽ 9 വരെയുള്ള ഭാഗത്താണ്. അത് വോക്ക് ആഫ്റ്റർ ദ സ്പിരിറ്റ്,
ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന വണ്ണം നാം നടക്കുക. അതായത് നമ്മുടെ ഇന്നർ മാൻ ഔട്ടർ മാനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നാം നടക്കുക, നമ്മുടെ നടപ്പ് ക്രമീകരിക്കുക. 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വോക്ക് ആഫ്റ്റർ ദ സ്പിരിറ്റ്. എന്നാൽ 9-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. അവിടെ പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യു എന്നുള്ളതാണ്. അതായത് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇതാണ് 2-ാമത്തെ ചിന്ത. 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? കർത്താവിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇംപ്ലാന്റഡ് ആയിരിക്കുക. ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ധരിച്ചിരിക്കുക, നമ്മുടെ ആത്മാവിന്റെ മേൽ ധരിച്ചിരിക്കുക. അതായത് ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ആ പരിശുദ്ധ ആത്മാവിലാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ഈ ഒരു പോർഷനാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ക്രൈസ്റ്റ് ഇൻ യു, 9-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ. ഇതിലൊന്നും ഒരു കടുക് മണി പോലും സംശയം വേണ്ടിയ കാര്യമല്ല. ശരിക്കും ഉണ്ടോ? അങ്ങനെ വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടോ? ഇങ്ങനൊന്നുള്ള യാതൊരു സംശയത്തിന്റെയും ആവശ്യം നമുക്ക് ഇല്ല. കാര്യം അത്രയ്ക്ക് ഉറപ്പുള്ള തിരുവചനമായി എഴുതി തന്നിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്ന കർത്താവാണ് ഇത് മുഴുവനും നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാണ്. ഇന്ന് ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസനീയമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഇതാണ് ആ പുസ്തകം. ദൈവവചനങ്ങൾ എഴുതിയിരിക്കുന്ന സത്യവചനമാണ്. ഈ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്, ക്രൈസ്റ്റ് ന്യൂ, കർത്താവ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ 2 ചിന്തകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എനിക്കറിയാം അവിടെ വീണ്ടും ഒരു റീക്യാപ്പിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും ഈ ഭാഗത്ത് വരും. നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രമിക്കാം. ഞാൻ 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകത്തില്ല. മുഴുവനും പഠിച്ചതിന് ശേഷം എല്ലാവർക്കും ക്ലിയർ ആയതിനു ശേഷമേ നമ്മൾ ഇവിടുന്ന് മാറത്തുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയാണ്. ഇവിടുത്തെ തീം എന്ന് പറയുന്നത് എ ന്യൂ ക്രിയേഷൻ, അതായത് നാം രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ തേജസ്കരണമാണ് ഒരു പുതിയ സൃഷ്ടി എന്നൊരു വിഷയമാണ് ഈ വാക്യത്തിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ രൂപാന്തരം പ്രാപിക്കുക, ഒരു തേജസ്കരണം സംഭവിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു തേജസ്കരണം സംഭവിക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിന് ആക്ച്വലി 2 ഭാഗമുണ്ട്. ഒന്ന് നമ്മുടെ തേജസ്കരണം അല്ലെങ്കിൽ പുത്രത്വം, സൺഷിപ്പ് എന്നൊരു വിഷയം. അതിനോട് ചേർന്ന് തന്നെ മനുഷ്യപുത്രൻ, അതായത് സൺ ഓഫ് മാൻ എന്നൊരു വിഷയം കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം. അതതിനെ സപ്ലിമെന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് നമ്മുടെ പുത്രത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് മനുഷ്യനായിട്ട് വന്നതിന്റെ ആ ഒരു ലോജിക്കും ആ വന്നിരിക്കുന്നതിന്റെ പർപ്പസും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി അതിനോടുള്ള ബന്ധത്തിൽ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നൊരു വിഷയവും ഇതിന്റെ ഒരു സപ്ലിമെന്റ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. കാര്യം അതൊരു അല്പം എന്താ പറയുന്നത്, ക്വസ്റ്റ്യനുകൾ, നമ്മുടെ മനസ്സിൽ അനേക ചിന്തകൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് നിർത്തിപ്പോയി അടുത്ത ഒരു മാസത്തേക്ക് ക്ലാസ്സുകൾ ഇല്ലാതാകുമ്പോഴും ക്ലാരിഫിക്കേഷൻസ് തരാതെ പോകുമ്പോഴും അതൊരു പ്രയാസമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നമ്മുടെ തേജസ്കരണം എന്ന വിഷയം, പുത്രത്വം എന്ന വിഷയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 18 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൽ പ്രതിപാദിക്കുന്നത് നമ്മുടെ തേജസ്കരണം എന്ന വിഷയമാണ്. അപ്പസ്തോലിക ശുശ്രൂഷയിൽ നമ്മുടെ തേജസ്കരണത്തിലോട്ടൊക്കെ വരാൻ കാര്യം, ഇതിപ്പോൾ എന്തിനാണ് ഈ തേജസ്കരണം എന്നുള്ള വിഷയമൊക്കെ ഇതിനിടയിൽ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ അപ്പസ്തോലിക ശുശ്രൂഷയിൽ ഏറ്റവും കഷ്ടം അനുഭവിച്ച അപ്പസ്തോലനാണ് പോൾ എന്ന് പറയുന്നത്. 12 അപ്പോസ്തലന്മാർ എല്ലാവരും കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും മാർട്ടിയറായിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളവരാണ് ഒട്ടുമുക്കാലും പേര്. എല്ലാവരും തന്നെ അങ്ങനെയാണ്. യോഹന്നാൻ മാത്രമേ ഉള്ളൂ സാധാരണ മരണം ലഭിച്ചത്. അതും അദ്ദേഹത്തെ തിളപ്പിച്ച് എണ്ണയിലിട്ടു. അദ്ദേഹം മരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തെ അവിടുന്ന് എടുത്ത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് ആസിയയിലേക്ക് വരുവാൻ ഇടയായെന്നും അങ്ങനെ പിന്നീട് അവിടെ മരണമടഞ്ഞു എന്നുമാണ് അതേക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശവക്കോട്ടയും അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നതും ഒക്കെ നമുക്ക് ആസിയയിൽ എഫെസോസിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, ഇന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചിട്ടുള്ളത് പൗലോസ് അപ്പോസ്തലനാണ്. ഈ റോമാ ലേഖനം എഴുതുന്ന സമയമൊക്കെ ആയപ്പോഴത്തേന്
കഷ്ടത്തിന്റെ ഒരു പാരമ്യത്തിൽ പോൾ എത്തുവാനായിട്ട് ഇടയായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഒരു കഷ്ടങ്ങളുടെ വലിയ പരമ്പരയിൽ കൂടി താൻ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും പോൾ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘു കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല എന്നാണ്. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 4-ാം വാക്യം അതിന്റെ 17-ാം വാക്യം വളരെ പ്രസക്തമാണ്. അത് ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. അവിടെ പറയാണ്, പോൾ പറയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എത്രമാത്രം കഷ്ടം താൻ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം. ഇതാണ് ഇവിടുത്തെ വിഷയം. നമ്മുടെ ഈ പഠനത്തിലെ വിഷയം ഇതാണ്. നമ്മൾ തേജസ്കരിക്കാൻ പോകുന്നു. ഈ ഒരു ഭാഗം ഇതിൽ ചേർക്കാൻ കാര്യം ഇതാ. താൻ കടന്നുപോയ കഷ്ടങ്ങളെയൊക്കെ താൻ കാണുന്നത് ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ അത് ഹേതുവാകുന്നു എന്ന് പറയുകയാണ്. ഇതിന്റെ തന്നെ 11-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ, കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ താൻ കടന്നുപോയ ചില കഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതുകൂടെ ഈ കൂട്ടത്തിലൊന്ന് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ പറയുകയാണ് താൻ കടന്നുപോയ കഷ്ടങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോ ഈ ചിന്തിക്കുന്നത്. അവിടെ പറയാണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഇതിന്റെ 22 മുതൽ കണ്ടാൽ അല്പം കൂടെ ക്ലിയർ ആവും. അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേല്യരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ. ഇത് കൊരിന്തിൽ നടക്കുന്ന ഒരു വലിയ ഡിബേറ്റാ. കൊരിന്തിൽ ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക. ജനം 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക. മെയിനായിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിലുള്ളവർ 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക. ഒരാൾ പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്, മറ്റൊരു പത്രോസിന്റെ അതായത് കേഫാവിന്റെ പക്ഷക്കാരാണ്, ചിലര് യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, ചിലർ പറയുന്നു ഞങ്ങൾ പോളിന്റെ കൂടെ ഉണ്ട്, പോളിന്റെ പക്ഷക്കാരാണ്. ഇങ്ങനെ 4 പക്ഷക്കാരാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഇന്നത് 45,000-ലേറെ പക്ഷക്കാരായി മാറിയിരിക്കുകയാണ്. അന്ന് പോൾ ഈ പക്ഷം കണ്ടുകൊണ്ടാണ് അതിനെതിരായിട്ട് അവിടെ സംസാരിച്ചത്. ഈ പക്ഷത്തെ കണ്ടുകൊണ്ടാണ് പോൾ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഈ പക്ഷം കണ്ടുകൊണ്ടാണ് പറയുന്നത്. അന്നത്തെ 4 ഇന്നത്തെ 40,000-ന് മേലെയായി. ആ രീതിയിൽ ഇതാ ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്ത്യാനി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസം വളർന്ന് വഷളായി കൊന്തൊടിഞ്ഞ് പോൾ പേടിച്ചതിന്റെ 100 ഇരട്ടി വഷളായി പോയി. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അവിടെ പറയുകയാണ്, അങ്ങനെ വന്നവര് അവരെ പറയുന്നത് അവര് എബ്രായരാണ്, അവര് ഇസ്രായേലിയരാണ്, അവർക്ക് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് കൊടുത്തിട്ടുള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു വാദിക്കുമ്പോൾ അവരോട് പോൾ പറയുന്ന ഭാഗമാണ്, അവരെബ്രായരോ ഞാനും അതെ, ഞാനും എബ്രായന, അവർ ഇസ്രായേല്യരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ. അപ്പോൾ അടുത്ത വാക്യങ്ങൾ പറയാണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. അപ്പോൾ ഇത് പറയുന്നുണ്ട്, എനിക്ക് പ്രശംസിക്കുന്നതിൽ താല്പര്യമില്ല, പക്ഷെ ഇവിടെ പ്രശംസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ഇത് എടുത്തു പറയാന്ന് പറഞ്ഞിട്ട് പറയാം, യഹൂദരാൽ ഒന്ന് കുറെ 40 അടി ഞാൻ 5 വട്ടം കൊണ്ടു. യഹൂദന്മാരെ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത് ജാതികളല്ല, യഹൂദരാൽ. കാര്യം ഞാൻ ഈ സത്യം പറയുന്നത് കാരണം, ജാതികൾ രക്ഷിക്കപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കാരണം അവരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു. ഓരോ അടിയും 39 അടിയാ. 40 ഒന്ന് കുറെ 40 അടി കണ്ടില്ലേ, 39 അടിയാ ഒരടി എന്ന് പറയുന്നത്. അതാ ഞാൻ 5 വട്ടം കൊണ്ടു. അതിലെ ഒരടി ഒരിക്കൽ നമ്മളിൽ ആരെങ്കിലും സാധാരണക്കാരൻ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല. നടുവോ കാലോ കഴുത്തോ എന്തെങ്കിലും ഒടിഞ്ഞു പോകും. ആ രീതിയിലുള്ള 5 അടിയാ കൊണ്ടിട്ടുള്ളത്. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കൽപ്പത്തിൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന് തിരക്കുമുണ്ട്. ഇത്രയുമൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചാലും ഇതിനെക്കാട്ടിലൊക്കെ പ്രയാസം ഞാൻ സ്ഥാപിച്ച സഭകൾ, ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന സഭകൾ, അവരെ ഈ സത്യത്തിൽ നിന്ന് വിട്ടേച്ചു പോകുമോ, അവരെ മറ്റു ഉപദേശക്കാർ വന്ന് ഈ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുമോ എന്നുള്ള ചിന്താഭാരം എനിക്കുണ്ട്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ ചിന്താഭാരം നമുക്ക് അതാണ്. ഒരുവനെ സത്യത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം
അവൻ അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയാകരുത്. പൗലിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ ജനം മാറിപ്പോയിട്ടുണ്ട്. താൻ റോമിലെ ജയിലിൽ കിടക്കുമ്പോൾ അവിടുന്ന് ഒരു പരോൾ അനുവദിച്ച് താൻ മക്കധോനിയയിലേക്കും ആസിയയിലേക്കും ഒക്കെ പിന്നീട് ഒരു വിസിറ്റ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ സമയത്താണ് തീത്തോസിന്റെ ലേഖനവും 1 തിമത്തിയോസും ഒക്കെ എഴുതുന്നത്. അവിടെ എഴുതുമ്പോഴൊക്കെ പോള് പറയാണ്, ആസ്യക്കാരെല്ലാം എന്നെ വിട്ടേച്ചു പോയി, 10-25 വർഷം ചോര നീരാക്കിയ സ്ഥലമാണ്, അതുവരെ കൂടെ നിന്നവർ വിട്ടേച്ചു പോകും. ഹെർമനഗോസും ഹുമനോസും ഹെർമനഗോസും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവരൊക്കെ പോളിന്റെ കൂടെ മുന്നേ നിന്നിരുന്ന ആൾക്കാരാ. ഒത്തിരി പേര് വിട്ടേച്ചു പോകും. ഈ ചിന്താഭാരവും എനിക്കുണ്ട്. എല്ലാ സഭകളെ കുറിച്ചും ദുരുപദേശം. കാര്യം സാത്താൻ അറിയാം ഈ പറയുന്നതാണ് സത്യസുവിശേഷം. ഇത് പോളിനെ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് പറയുന്നിടത്ത് സാത്താൻ അതിനെതിരായിട്ട് പോരാടുമെന്നുള്ളത് പോളിന് നല്ലവണ്ണം അറിയാം. കാര്യം തന്റെ ശരീരത്തിലും തന്റെ ജീവിതത്തിലും താൻ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അനേകരെ അതിൽ നിന്ന് മാറ്റിക്കളയും. അവൻ തന്ത്രം മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഗോസ്പലുണ്ട്, എല്ലാവരും വിശ്വസിക്കാവുന്ന ഒരു തന്ത്രപരമായ ഗോസ്പലുണ്ട്. ഒരു മനുഷ്യനും സംശയം വരാത്ത, കർത്താവിന്റെ കാഹളം ധ്വനിച്ച് കൈവിടപ്പെട്ടു പോയി ഇവിടെ കൈ കെട്ടി നിൽക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്താ പ്രശ്നം നമുക്ക് പറ്റിയതെന്നുള്ളത്. ആ രീതിയിൽ ഒരു ഗോസ്പലിൽ ലോകത്തെ അവൻ ഇന്ന് കുടുക്കിയിരിക്കുക. കർത്താവിന്റെ മരണം കാൽവറി ക്രൂശിൽ കൂടെ ഈ ഒരു മാർഗം തുറക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ കാൽവറി നടക്കുവാനെ അവൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ സാത്താൻ ഇന്ന് വേറെ വഴിയില്ലാത്ത കാരണം അവനെ കാൽവറിയിൽ കൂടെ തുറന്ന രക്ഷാ പദ്ധതിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഇന്ന് മാത്രമല്ല, പോളിന്റെ കാലം മുതലേ തുടങ്ങിയതാണ്. അതുകൊണ്ട് പോൾ പറയുന്ന എല്ലാ സഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം, എനിക്ക് അടികൊണ്ടതോ ഞാൻ കഷ്ടത്തിലായതോ അതിനേക്കാൾ ഉപരി എന്റെ ഭാരം സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ അപ്പോൾ നിൽക്കുന്നത്. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഉപദേശമാണ്. ഇത് കൂടാതെ വെളിയിൽ വേറെ അനേക ഉപദേശങ്ങളുണ്ട്. ഡോസറ്റിസം, സെരിന്തിസം, നോസ്റ്റിസിസം, പാഗനിസം എന്ന് പറഞ്ഞിട്ട് നിറയെ ഉപദേശങ്ങൾ ഇതിന്റെ വെളിയിൽ വേറെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ഇടയിൽ ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കുമ്പോൾ ഈ ദുരുപദേശങ്ങൾ ഏത് രീതിയിലാണ് തള്ളിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കും. സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ മെയിൻ ആയിട്ടുണ്ടായിരുന്ന പഠിപ്പീരുകളെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോൾ പറയുന്നത് ഇത്രമാത്രം കഷ്ടങ്ങളാണെങ്കിലും താൻ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘു കഷ്ടങ്ങൾ ഞങ്ങൾക്ക് സാരമില്ല. കാര്യം എന്താണെന്നറിയാമോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസിന്റെ കനം ഓർത്തു കഴിഞ്ഞാൽ 4-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിച്ചത്, കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ്. അവിടെ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇത്രമാത്രം കഷ്ടം സഹിച്ചിട്ടും പോൾ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘു കഷ്ടമെന്ന. കല്ലേറെന്നും കപ്പൽ ഛേദമെന്നും മൃഗയുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എങ്ങനെ അതിന്റെ സീരിയസ്നെസ് എന്താന്നുള്ളത്. നമ്മളിങ്ങനെ ഫുട്ബോളിന്റെ കമന്ററി കേൾക്കുന്ന മാതിരി വായിച്ചു വിടുന്നതേ ഉള്ളൂ. പക്ഷെ അത് എന്താന്നുള്ളതൊന്ന് കാണണം. മൃഗയുദ്ധം എന്നൊക്കെ പറയുന്നത് എന്താന്നുള്ളത് നമ്മളൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നമുക്ക് മനസ്സിലാകും എത്രമാത്രം കഷ്ടപ്പാടിൽ കൂടെ താൻ കടന്നു പോയെന്നുള്ളത്. അപ്പസ്തലന്മാരിൽ, കർത്താവ് കഴിഞ്ഞാൽ അപ്പസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചിട്ടുള്ള പോളാണെങ്കിലും താൻ ഇത്രമാത്രം പ്രത്യാശയോട് പറയുക, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. പ്രധാനമായ കാരണം താൻ ആത്മാവിലും ജഡത്തിലും ഒക്കെ അത് കണ്ടിരിക്കുക. തന്നെ 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി ദൈവം കാണിച്ചിരിക്കുക. തന്റെ ആ ആത്മാവിൽ താൻ അത് അനുദിനം കണ്ടുകൊണ്ടിരിക്കുക, ആ തേജസിന്റെ അനുഭവം. അതുകൊണ്ട് പറയുകയാണ് ഇപ്പോഴുള്ള കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ തനിക്കൊരു സാരമില്ല. നാം ക്രിസ്ത്യാനികളും ഈ വിഷയങ്ങളെ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയാകട്ടെ. നിത്യതയിലുള്ള ആ ഒരു മഹത്വം നമുക്ക് ലഭിക്കാൻ പോകുന്ന, ആ നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വമുണ്ട്. അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കഷ്ടങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ ഹാവ് ഗോട്ട് അനദർ ഫെദർ ഓൺ മൈ ഹാറ്റ് എന്നാണ്. നമ്മുടെ കിരീടത്തിന്മേൽ നമുക്ക് അടുത്ത ഒരു ഫെദർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഒരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്. വി ഷാൽ ബി ഗ്ലോറിഫൈഡ്. നമ്മളൊരു ദിവസം തേജസ്കരിക്കപ്പെടും. അന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ കടന്നു പോകുന്ന കഷ്ടത്തിന്റെയും നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ ദൈവത്തിന്റെ നാമം നിമിത്തം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മഹത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നാളുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. ഒരു ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെയുണ്ട്, വെൻ വി ഓൾ ഗെറ്റ് ടു ഹെവൻ, നമ്മൾ സ്വർഗത്തിലെത്തുന്ന ദിവസം, വാട്ട് എ ഡേ ഓഫ് റിജോയ്സിങ് ദാറ്റ് വിൽ ബി. ഹല്ലേലൂയ. എത്ര സന്തോഷത്തിന്റെ ദിനമാണ്. വെൻ വി ഓൾ സീ ജീസസ് വി വിൽ സിംഗ് ആൻഡ് ഷൗട്ട് ദ വിക്ടറി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദിനം അനധിവിദൂരമാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വെൻ വി ഓൾ
സീ ജീസസ്, അല്ലെങ്കിൽ when we all get to heaven, നമ്മൾ സ്വർഗത്തിൽ ചേർക്കപ്പെടുന്ന ഒരു ദിവസം അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യാനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കഷ്ടങ്ങളും പീഡകളും നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ സഹിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്കൊരു വിഷയമല്ല. അതിന്റെ പുറകെ വേറെ ആരെയും കാണാനും കൈവെക്കാനും വേറെ ആവശ്യങ്ങളുടെ പുറകെ നമ്മൾ പോകത്തില്ല എന്നുള്ളത് നമുക്ക് ഉറയ്ക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അനേക കഷ്ടങ്ങൾ നമ്മൾ സഹിക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടി ഇതൊരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റാ. കർത്താവിന്റെ നാമനിമിത്തമാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത്. അതിനെല്ലാം നമുക്ക് പ്രതിഫലം എണ്ണി എണ്ണി ലഭിക്കാനായിട്ട് പോവുകയാണ്. അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം ഇതിനോടുള്ള ബന്ധത്തിൽ. ഇവിടെ കഷ്ടം അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും മാത്രമല്ല, മറിച്ച് ഈ കഷ്ടം അനുഭവിക്കുന്നത് ഈ ഉലകം മുഴുവനും കഷ്ടം അനുഭവിക്കുക. ഈ ഉലകം മുഴുവനും, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സകല സൃഷ്ടിയും ആ കഷ്ടത്തിലായിരിക്കുക. എല്ലാം ഒരുമാതിരി ഈ ഉലകത്തിലുള്ള സകല സൃഷ്ടിയും, അതായത് ലോകം നല്ല, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെന്നല്ല, അണ്ടകടാകം മുഴുവനും, അഖിലാണ്ടം മുഴുവനും, ദ യൂണിവേഴ്സ് മുഴുവനും ഒരുവിധം കഷ്ടത്തിൽ ആയിരിക്കുകയാണ്. സകല സൃഷ്ടികളും ആ കഷ്ടത്തിന്റെ അനുഭവത്തിലായിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരു അടിമത്തത്തിന്റെ കീഴിലായിരിക്കുക, ഒരു ജീർണിച്ചു പോകുന്ന ഒരു ദ്രവത്വത്തിന്റെ അനുഭവത്തിൽ, അതിന്റെ ദാസ്യത്തിന്റെ കീഴിലായിരിക്കുക. ഞാൻ നമ്മുടെ ആ ചിന്താഭാഗം നമ്മളൊന്ന് വായിച്ചു വിട്ടതേ ഉള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാകും. അതിൽ നിന്ന് നമുക്ക് ഒരു റിലീഫ് കിട്ടണം. അതായത് നമ്മൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ തേജസ് ലഭിക്കുന്ന നാൾ അധികം വിദൂരമല്ല, നമുക്ക് നാം തേജസ്സിൽ ചേർക്കപ്പെടും. എന്നാൽ ഈ സൃഷ്ടികൾ മുഴുവനും, ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സകല ചരാചരങ്ങളും ആ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിനമുണ്ട്. അതിനൊരു റിലീഫ് കിട്ടുന്ന നാളിനായി അത് ഈറ്റുനോവോട് കാത്തിരിക്കുകയാണ്. ഈറ്റുനോവ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി പേറ്റ് നോവാണ്. അതായത് ആ ലേബർ പെയിന്, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു ലേബർ പെയിൻ, പേറ്റുനോവ്, അതുപോലെ അതിനെയാണ് ഈ ഈറ്റുനോവ് എന്ന് പറയുന്നത്. ആ പേറ്റുനോവ് പോലെ ആ ഒരു പ്രയാസത്തോടെ ഈ സകല സൃഷ്ടികളും എന്നായിരിക്കുക. നമ്മൾ മാത്രമല്ല, ഈ കാണുന്നതെല്ലാം സൃഷ്ടി ഒരു ശാപത്തിന്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടിമത്തത്തിന്റെ കീഴിലായിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ഈ ചിന്തകൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനുഷ്യപുത്രന്മാരുടെ തേജസ്കരണത്തിനായിട്ട് ആ നാളിൽ വിടുതൽ പ്രാപിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവനും ഇതിനെല്ലാം ഒരു വിടുതൽ ലഭിക്കുന്ന നാളുണ്ട്. ആ ഉലകവും അതിലുള്ള സകല സൃഷ്ടികളും സന്തോഷിക്കുന്ന, നമ്മൾ ഈ കാണുന്ന ഈ സകല അഖിലാണ്ടത്തിലുള്ള സകലതും, ഇൻക്ലൂഡിങ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, ഭൂമിയെ പോലെ തന്നെ ഇവിടെ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും അതിനായി ഇപ്പോൾ കാത്ത് ഞരങ്ങിക്കൊണ്ട് ആയിരിക്കുന്നു. എന്നാൽ അതിനെല്ലാം ഈ ഒരു തേജസ്കരണം ലഭിക്കുന്ന ദിവസം അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. അഖിലാണ്ടവും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുഴുവനും സന്തോഷിക്കും. ആ ശാപം മാറുന്ന ദിനം അത് വളരെ വളരെ എന്താ പറയുന്ന അനധിവിദൂരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മനുഷ്യപുത്രന്മാർ തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിനമാണ്. മനുഷ്യപുത്രന്മാർ എന്ന് പറയുമ്പോൾ കർത്താവല്ല, നമ്മൾ മനുഷ്യപുത്രന്മാര് തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിനം. നമ്മുടെ ഭാവികാല നിത്യതയിലേക്ക് നമ്മൾ കടന്നതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ 18-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. 18-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം ഈ 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതായത് പോൾ പറയുകയാണ്, എനിക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, എങ്കിലും അത് സാരമില്ല, കാര്യം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ സൃഷ്ടി എന്ന് പറയുന്നത് സകല സൃഷ്ടിയുമാണ്, സകല ചരാചരങ്ങളും. നമ്മൾ ഇന്ന് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ള സകല ചരാചരങ്ങളെയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 20-ാമത്തെ വാക്യം
സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും, അതങ്ങനെ ഒരു ദാസ്യത്വത്തിൽ, അതായത് ഒരു അടിമത്വത്തിൽ, ഒരു ജീർണിച്ചു പോകുന്ന, ഒരു ദ്രവിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, ഡീക്കേ ആയി പോകുന്ന ഒരു അനുഭവത്തിൽ നിന്ന്, ആ ഒരു അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്നുള്ള പ്രത്യാശയോട് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, അതായത് ദൈവജനം തേജസ് പ്രാപിക്കുന്ന ആ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. വളരെ ആഴമേറിയ വിഷയങ്ങളായത്. നമ്മൾ അതിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് മനുഷ്യപുത്രൻ മാത്രമല്ല, ഈ ഉലകം മുഴുവനും ഗ്ലോറിഫൈഡ് ആകുന്ന ഒരു സമയത്തിലേക്ക് വരികയാണ്. ആ ദിവസം, അതിന്റെ പ്രാരംഭമായിട്ട് നമ്മൾ ഇവിടുന്ന് ചേർക്കപ്പെടും. ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ റാപ്ചർ നടക്കുകയും നമ്മൾ ഇവിടുന്ന് ചേർക്കപ്പെടുകയും ചെയ്യും. അന്ന് ദൈവം നമ്മളെ പേർ ചൊല്ലി വിളിച്ച്, നാം ചെയ്ത പ്രവർത്തികൾക്കൊക്കെ പേര് ചൊല്ലി വിളിച്ച് നമുക്ക് പ്രതിഫലം തരും. ആ ഗ്ലോറി ലെയറായിട്ട് ദൈവം നമ്മളെ അണിയിക്കും. എന്താ നമ്മൾ അധ്വാനിച്ചിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും എണ്ണി എണ്ണി എടുത്ത് കാണിച്ച് പറഞ്ഞ് നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലം തരും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്പമായിട്ട്, ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, ലോഭമായി വിതച്ചവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതച്ചവൻ ധാരാളമായി കൊയ്യും. അങ്ങനെ കൊയ്യുന്ന ഒരു ദിനമാണ്. നമ്മളെ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ദിവസമാണ്. നാം എല്ലാവരും കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ മുമ്പേ പാടിയ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭമാണ്. നാം ചെയ്ത പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മുടെ സൃഷ്ടികൾ തേജസ്കരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് പ്രാരംഭമായിട്ട്, അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. അതിനുശേഷമാണ് ആ മനുഷ്യപുത്രന്മാരുടെ തേജസ്കരണമെന്ന് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ അതിന്റെ പ്രാരംഭമായിട്ട് റാപ്ചറിൽ നമ്മൾ ചേർക്കപ്പെടുകയും നമ്മൾ ചെയ്തതിനൊത്തവണ്ണം നമുക്ക് പ്രതിഫലം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിൽ നിന്ന് നമുക്ക് നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിനം നമുക്കറിയാം. അത് അന്ന് പ്രതിഫലം ലഭിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. ഞാനതിനെ ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓടിച്ചു വിടാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് നാം റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു സമയം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നമ്മൾ എല്ലാവരും നിൽക്കും. നമ്മുടെ പേർ ചൊല്ലി വിളിച്ച് നമുക്ക് പ്രതിഫലം തരും. അതാണ് ആ ഭാഗമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഇതിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുക. ഇതിൽ വേറൊരു അടിസ്ഥാനവും പാടില്ല. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുക, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല ആവർത്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. എല്ലാം ഓരോരോ തരം പ്രവൃത്തികളാണ്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇതെല്ലാം തീയിൽ കൂടെ ശോധന ചെയ്യും. അതൊന്നും തീയിൽ വെന്തു പോകത്തില്ല. അതൊക്കെ തിളങ്ങി നിൽക്കും. അതിനെല്ലാം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ വേറൊരു സെറ്റ് പ്രവൃത്തിയാണ് മരം, പുല്ല്, വൈക്കോൽ. ഇതെല്ലാം തീ കണ്ടു കഴിയുമ്പോൾ തന്നെ ആളി കത്തി അത് മുഴുവനും അവിടെ തന്നെ കെട്ടുപോകുന്നു. അതിലൊന്നും ബാക്കി നിൽക്കത്തില്ല. എന്തെങ്കിലും അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇത് 2 തരം പ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. ഓരോരോ മനുഷ്യരുടെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കും, അവൻ എങ്ങനെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു കോർട്ടിലെ അനുഭവമാണ് ഇവിടെ ഈ പറയുന്നത്. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് ദിവസം? റാപ്ചർ ഡേ. നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നിൽക്കുന്ന ദിവസം. അത് തീയോട് വെളിപ്പെട്ടു വരും. ദൈവവചനമാണ് ഈ തീ എന്ന് പറയുന്നത്. ആ തീയോട് അത് വെളിപ്പെടും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്തു. നാം ചെയ്ത പ്രവൃത്തികളൊക്കെ ആ തീയിൽ കൂടി കടത്തിവിടുമ്പോൾ അത് നിലനിൽക്കുമെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും. ഇതാ ഒരുത്തന്റെ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ആ തീയിൽ അത് വെന്തുരുകി പോയില്ല എന്നുണ്ടെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ചിലരുടെയൊക്കെ പ്രവൃത്തി വെന്ത് പോവും. അവിടെ ഒന്നും കാണത്തില്ല. പേര് വിളിക്കുമ്പോൾ നമുക്ക് തരാൻ ഒന്നും കാണത്തില്ല. ഇതെല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് ലെയറായിട്ട് ദൈവം മഹത്വത്തിന്റെ ആ ഒരു മഹത്വം നമ്മളെ അണിയിക്കുന്ന ദിവസമാണ്. അത് നാം ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. വെന്തുപോയെങ്കിൽ അതിന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. ഇത് കണ്ടില്ലേ, വെന്തുപോയി എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പിടിച്ച് നരകത്തിൽ തള്ളിക്കളയത്തില്ല. അവൻ നിൽക്കുന്നത് ജഡ്ജ്മെന്റ് ഓഫ് സീറ്റ് ഓഫ് ക്രൈസ്റ്റില. റാപ്ചറിൽ ചേർക്കപ്പെട്ട് നീതിമാന്മാരുടെ ന്യായവിസ്താര സഭയായത്.
ഇവിടുന്ന് ആരെയും പിടിച്ച് അവിടുന്ന് പ്രവൃത്തി പോരാന്ന് പറഞ്ഞിട്ട് നരകത്തിലോട്ട് വിടത്തില്ല. താനോ രക്ഷിക്കപ്പെടും. കണ്ടില്ലേ, അവന് ഛേദം വരും, പക്ഷെങ്കിൽ താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് പോള് ഈ പറയുന്ന ഭാഗം ഞാൻ ഒന്നുകൂടെ ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. 2 Corinthians 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ പറയാം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ ഒരു സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കും. നമ്മളെക്കുറിച്ച് അനേക ആക്ഷേപമുണ്ട്. അനേകർ പറയാറുണ്ട്, ഇവർക്കൊന്നും പ്രവൃത്തി വേണ്ട, ഇവർക്ക് എങ്ങനെ ജീവിക്കാം, ഇവർക്ക് എന്തും ആകാം എന്നൊക്കെ. നമ്മൾ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തവർ നമ്മളെക്കുറിച്ച് പറയുന്ന അക്യൂസേഷൻസ് ആണ്. ഇതെല്ലാം നമ്മളെക്കുറിച്ച് കൊണ്ടുവരുന്ന കുറ്റങ്ങളാണ്. നമ്മൾ അങ്ങനൊന്നും ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പഠിപ്പിക്കത്തുമില്ല. കാര്യം നമ്മുടെ ബേസിക് പഠിപ്പീരെ നമ്മൾ ബേസിക്കലി പഠിപ്പിക്കുന്നത് നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച്. ഇതുകൊണ്ട് ഒരു ഭാഗം കൊടുത്ത് കാണിച്ചോട്ടെ ആ വിഷയത്തിൽ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോൾ കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ പറയാം, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുക, കൊലോസിയിലെ സഭയ്ക്ക് വേണ്ടി. എന്നിട്ട് പറയാം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. നിങ്ങൾ എങ്ങനെയും ജീവിച്ചാൽ പോരാ. അടുത്ത വാക്യം കണ്ടില്ലയോ, എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. എല്ലാ സൽപ്രവൃത്തികളും ചെയ്യുവാനാ നമുക്കുള്ള കൽപ്പന. നമ്മൾ ഇങ്ങനെ ജീവിക്കണം, ഈ ഒരു പരിജ്ഞാനത്തിലും ഈ ഒരു പ്രവൃത്തിയിലും വർദ്ധിച്ചു വരണം. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും രക്ഷിക്കപ്പെടാനുള്ള മാർഗമല്ല. രക്ഷിക്കപ്പെട്ടതിന്റെ റിസൾട്ടായത്. രക്ഷിക്കപ്പെട്ട ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. രക്ഷയ്ക്ക് ഈ പ്രവൃത്തികളൊന്നും തന്നെ ആവശ്യമില്ല. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ആ രക്ഷ പിന്നെ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. നിങ്ങൾ സ്വർഗത്തിൽ എത്തുമെന്നുള്ളത് 3 തരം അഷ്വേർഡാണ്. അത് പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കയറുന്നത് കൊണ്ട് കാര്യങ്ങൾ തീരുകയല്ല. നിങ്ങൾ യുഗങ്ങൾ നിത്യം സ്വർഗത്തിൽ വാഴുവാൻ പോവുക. അവിടെ എങ്ങനെയായിരിക്കണം, ഏത് പദവിയിലായിരിക്കണം, ദൈവത്തോടൊപ്പം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാം ചെയ്ത പ്രവൃത്തികൾ കൂടാണ് നമുക്ക് ആ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ 210 മാർക്ക് മേടിച്ച് പാസ്സായി എന്ന് പറയുന്നതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ അവിടെ ചെല്ലും, ശരിയാണ്, കാര്യം കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. അതിനുവേണ്ടി ആ കാൽവറിയിൽ ആ കുഞ്ഞാടി യാഗമായിരിക്കുക. ബട്ട് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതിന്റെ അനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും. കണ്ടോ, ഇത് വെക്കാൻ പോകുന്നതെന്നല്ല, നമ്മളെ ഓൾറെഡി അവന്റെ രാജ്യത്തിലാക്കി വെക്കുകയും പാസ്റ്റ് ടെൻസാ ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരും എന്ന് അപേക്ഷിക്കുന്നു. മനസ്സിലാകണം എന്ന് അപേക്ഷിക്കുന്നു. അതായത് ഒരു അഷ്വേർഡ് പദ്ധതിയിലാണ് നമ്മളായിരിക്കുന്നത്. കിട്ടാൻ ചാൻസ് ഉണ്ടെന്നോ കിട്ടിയേക്കുമെന്നോ ഒന്നും പറയുന്ന കാര്യമല്ല. ഇവിടെ നാം പ്രവൃത്തികളെ ചെയ്യണം, അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, ഒരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണി നമുക്ക് അവിടെ പ്രതിഫലം ലഭിക്കും. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കില്ല. ഇവിടെ ഒന്നും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ഇതാ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇവിടെ ഒന്നും പ്രതീക്ഷിക്കില്ല. കാര്യം ഇത് ചപ്പും ചവറൊന്നും എണ്ണാൻ നമുക്ക് എന്ന് കഴിയുമോ അന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അനുഗ്രഹം ലോകപരമായ അനുഗ്രഹമല്ല, ദൈവികമായ ആത്മീക അനുഗ്രഹത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ഇടയായിത്തീരും. നാം ചെയ്ത പ്രവൃത്തികളെയൊക്കെ ശോധന ചെയ്ത്, ഇതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൽ പറയുന്നത് എന്നോട് നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അതിമനോഹരമായ ഒരു ഭാവി നിത്യതയിലേക്ക് നമ്മൾ കടക്കുക. ആ നിത്യത നമ്മുടെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യത ആരംഭിച്ചിരിക്കുക. എന്നാൽ റാപ്ചറിൽ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. നമുക്കൊരു പുതിയ സ്വർഗത്തിൽ വസിക്കാവുന്ന ഒരു തേജസിന്റെ ശരീരം ലഭിക്കാൻ പോവുക. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക. പിന്നെ നമ്മൾ സ്വർഗത്തിലായിരിക്കാൻ പോവുക. പിന്നെ നമുക്ക് ഈ ശരീരം ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയോ ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനോ ഒന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. പൗലോസ് അപ്പോസ്തലനെ ഒരിക്കൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന ഒരു ഭാഗത്തും പോൾ തിരിച്ചു വന്നിട്ട് പറയുന്ന ഒരു രംഗം കണ്ടോ? അവിടെ പറയുന്നത്, ഞാൻ ശരീരത്തോടു കൂടിയോ ശരീരമില്ലാതെയോ പോയതെന്ന് ഞാൻ അറിയുന്നില്ല. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടെയോ ശരീരമില്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അതായത് നമ്മുടെ ആത്മാവിലാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്നത്. ഈ ലഗേജ് കൂടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പോലും പോളിന് അറിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധയുടെ അല്ല, നമുക്ക് അങ്ങനെ ഒരു ചിന്തയെ വരത്തില്ല. കാര്യം നമ്മുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്നത് നമ്മുടെ പ്രാണനിലും നമ്മുടെ ആത്മാവിലുമാണ്.
അതിന്റെ കൂടെ ഇങ്ങനൊരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പോളിന് അറിയുന്നില്ല എന്നാ പോൾ പറഞ്ഞത്. അതുപോലെ നമുക്കൊരു ആത്മശരീരം ലഭിക്കാൻ പോവുക. സ്വർഗത്തിൽ എന്നും സന്തോഷിച്ച് കർത്താവിനോടൊപ്പം അതിമനോഹരമായ ആ ജോയസ് അനുഭവത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുവാനായിട്ട് പോവുകയാണ്. 19-ാം അധ്യായം ഞാൻ വായിക്കാം, അവിടെ അതിലേക്ക് വരാൻ. എന്നാൽ അതിന് മുൻപായിട്ട് ഇവിടെ എത്താതെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ജീവനോടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് നമുക്ക് ഇവിടെ എത്താൻ കഴിയാതെ വണ്ണം നമ്മൾ റിബല്യനായിട്ട്, മൽപ്പിടുത്തം, നമ്മൾ ഇതിന് താല്പര്യമില്ലാത്ത രീതിയിൽ ഇതിനെതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയൊരു മണ്ടത്തരം, എത്ര വലിയൊരു മടയനാണ് നമ്മളെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ബൈ ചാൻസ് നമുക്കിത് കിട്ടാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം എന്താണ് എന്ന് നമുക്ക് അറിവുണ്ടോ? ഇമ്മീഡിയറ്റ്ലി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ റാപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി ആരംഭിക്കുന്നത് ആ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലമാണ്. എവിടെ വെച്ച് ഈ പദ്ധതി നിർത്തിയോ അവിടെ മുതൽ പുനരാരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് 7 വർഷത്തെ ആ മഹോപദ്രവ കാലത്തിലേക്ക് കടക്കുന്ന, മഹോപദ്രവമല്ല, ആ ഒരു പീഡന കാലം, അതിന്റെ മിഡിലിൽ വെച്ച് മഹാപീഡനം ആരംഭിക്കും. അങ്ങനെ 7 വർഷത്തിലെ ആ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുക. നമ്മൾ ആരെങ്കിലും ഈ റാപ്ചറിൽ എടുക്കപ്പെടാതെ ഇവിടെ നിന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ നിമിഷം മുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് കൃപായുഗത്തിന്റെ വാതിൽ അടയും. പിന്നെ കരുണ നമുക്ക് ലഭിക്കത്തില്ല. നമുക്ക് ആ ഒരു കരുണ കാലഘട്ടം അവിടെ കഴിയുകയാണ്. അതുകൊണ്ട് പിന്നെയും നമുക്ക് കൃപയുണ്ട്, നമുക്ക് എങ്ങനെയുമൊക്കെ രക്ഷപ്പെടാം എന്നൊന്നും വിചാരിക്കില്ല. നടക്കുന്ന കാര്യമല്ല. ഇതാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ ബരോവക്കാരെ പോലെ ബൈബിൾ എടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുവാൻ, ഇതിങ്ങനെ തന്നെയോ, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ട്രഡീഷൻ കറക്റ്റ് തന്നെയോ എന്ന് ഒരിക്കൽ കൂടി നോക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ സ്ഥലത്ത്, അതായത് തേജസ്സിൽ നമ്മൾ ചേർക്കപ്പെടുകയും ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, അവിടെ എത്തിച്ചേരാൻ എന്താ വഴി? നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയും? അവിടെ എത്തിച്ചേരുവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ബി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുക. അതിന് വേറെ ഒരു വഴിയുമില്ല. ബൈ ചാൻസ് നിങ്ങൾ അതിന്റെ ഭാഗമായി തീർന്നില്ല എങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിന്റെ ഭാഗമായി തീരാൻ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് ഒത്തിരി ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യപ്പെടില്ല. ഇന്ന് ഈ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഴമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യപുത്രനായിട്ട് വന്നു, എൻ്റെ പാപത്തിന് പകരമായിട്ട് താൻ അത് തോളിലേറ്റി എനിക്ക് പകരമായി, അല്ലെങ്കിൽ എൻ്റെ മരണം താൻ കാൽവറിയിൽ വഹിച്ചുവെന്നും തൻ്റെ ആ മരണത്തിനും തൻ്റെ അടക്ക പുനരുദ്ധാനത്തിനും ഞാൻ പങ്കാളിയായി തീർന്നിരിക്കുന്നുവെന്ന് തൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ബോധ്യം തരുന്ന ഒരു അനുഭവമാണ് നാം രക്ഷിക്കപ്പെടുന്നാലെന്നുണ്ടെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും എനിക്കിനി വേറെ ഒരു ക്രിയയുടെയും വേറെ ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ട് കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, അവന്റെ വരവിൽ ഞാൻ ചേർക്കപ്പെടുമെന്നുള്ള ദൃഢനിശ്ചയം, ആ ട്രസ്റ്റ്, അത് നിങ്ങൾ എന്നുണ്ടാകുന്നോ അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടും. അത് ഈ സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ യു വിൽ ബി സീൽഡ് അറ്റ് ദിസ് മീറ്റിംഗ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഈ മീറ്റിംഗിൽ വെച്ച് തന്നെ ദൈവം മുദ്രയിടുകയും റിഡംഷൻ ഡേ വരെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ബൈ ചാൻസ് നിങ്ങൾക്ക് അതിൽ എടുക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പീഡനകാലത്ത് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ യാതനയാണ്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓർഡർ കാണാം എന്താ നടക്കുന്നത് എന്നുള്ളത്. ആ 7 വർഷത്തിനിടയിൽ നമ്മൾ ശരിക്കും നരകം ഇവിടെ കാണും, ഇവിടെ നരകം കാണും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് മരണം കൊതിക്കും, ഒത്തിരി പേര് മരിക്കും, ഒത്തിരി പേര് മരണം കൊതിക്കും. ആ കൊതിച്ചു കഴിഞ്ഞ് അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് ടോർമെന്റ് പ്ലേസിലേക്കാണ്. അവരുടെ ആത്മാവ് പോകുന്നത്, നമ്മുടെ ഈ ശരീരം മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്നതാണ്. നമ്മുടെ ആത്മാവും പ്രാണനും പോകുന്നത് ടോർമെന്റ് പ്ലേസിലേക്ക്, അതായത് യാതനാ സ്ഥലത്തേക്കാണ്. ആ യാതനാ സ്ഥലത്ത് എത്ര നാൾ കിടക്കും? 7 വർഷമല്ല, ആ 7 വർഷം കഴിഞ്ഞിട്ടുള്ള 1000 ആണ്ട് വാഴ്ചയുണ്ട്, ആ മിലനിയം റെയിൻ. ആ സമയത്തും ഈ ടോർമെന്റ് പ്ലേസിൽ തന്നെ ഈ ആത്മാക്കളായിരിക്കും. അതിനുശേഷം ഒരു വെള്ള സിംഹാസനം വിരിക്കും. ആ വെള്ള സിംഹാസനത്തിൽ എല്ലാവരും എഴുന്നേറ്റ് വരും. എന്തിനാ എഴുന്നേറ്റ് വരുന്നത്? അവാർഡ് മേടിക്കാനാണോ? അല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും. നമ്മുടെ കുറ്റം എന്താണ് എന്നുള്ളത് അവിടെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം അഗാധ കൂപത്തിന്റെ വാതിൽ തുറക്കും. നിത്യനരകം, ലേക്ക് ഓഫ് ഫയർ, എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് നമ്മളെ തള്ളും. അതായത് വറചട്ടിയിൽ നിന്ന് നേരെ തീയിലോട്ട് ഇടുന്നത് മാതിരി. യാതനാ സ്ഥലം ഒട്ടും മോശപ്പെട്ട സ്ഥലമല്ലായിരുന്നു, എന്നിരുന്നാലും മച്ച് ബെറ്റർ ദാൻ എന്താ പറയുന്നത്, എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ ആയിരുന്നു. ഈ നരകത്തിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അത് യാതനാ സ്ഥലമാണ്.
അവിടെ നിന്ന് നിത്യ നരകത്തിലേക്ക് തള്ളും. അത് എത്ര നാളത്തേക്കാ? ദാറ്റ് ഈസ് ഫോർ എവർ ആൻഡ് എവർ. ഇതാണ് നമുക്ക് ഇവിടെ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തിനെ നമ്മൾ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അനേകരെ ആ ഒരു ഭാഗ്യം, നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കണം. നിങ്ങളോട് കണക്കിടുന്ന ചോദിക്കുവാനായിട്ട്, ആ രക്തം നിങ്ങളോട് കണക്കിടുവാനായിട്ട് ഇടയാകല്ല. അതിനുവേണ്ടി ഉത്സാഹിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ലോകം എന്തും പറയട്ടെ, ലോകം നിങ്ങളെ എന്തും വിടക്കം നെണ്ണി തള്ളട്ടെ എന്ന് പറഞ്ഞതുപോലെ എന്ത് പ്രശ്നവും നമുക്കെതിരായിട്ട് വരട്ടെ, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പേഴ്സണലി പ്രബോധിപ്പിക്കുക. 19-ാം വാക്യം, റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ പറയാണ്, 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവിടെ പറയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഇതാരാണെന്നറിയാമോ? നമ്മൾ തന്നെയാണ്. നമ്മിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ദിനമാണ്. ഉലകത്തിലെ സകല സൃഷ്ടിയും, ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ച ഒരു ദിനത്തിനു വേണ്ടി അത് കാതോർത്ത് കാത്തിരിക്കുകയാണ്. അത് നമ്മൾ ഇവിടുന്ന് ചേർക്കപ്പെടുന്ന റാപ്ചർ ഡേ ആണെന്ന് പലരും പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അല്ല, റാപ്ചർ ഡേയിൽ അല്ല ഈ സൃഷ്ടികളും ഈ സൂര്യചന്ദ്ര നക്ഷത്രാദികളെല്ലാം അതിന്റെ ആ ഗ്ലോറിഫൈഡ് അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയും അതിന്റെ ആ പൂർവ്വ മഹത്വത്തിലേക്ക് മടങ്ങിച്ചേരുകയും ചെയ്യുന്നത് അന്നല്ല. ആ റാപ്ചറും കഴിഞ്ഞ് ഇവിടുത്തെ 7 വർഷത്തെ ആ പീഡനകാലവും കഴിഞ്ഞ് കർത്താവിന്റെ രാജാതിരാജാവായിട്ടുള്ള ആ എഴുന്നള്ളത്ത് കർത്താവ് ലോകത്തിലേക്ക് വരികയും ഇവിടുത്തെ തേജസ്സിന്റെ സിംഹാസനം, അന്ന് വരെ ഉണ്ടായിരുന്ന നീതിമാന്മാര് വിശുദ്ധന്മാരെല്ലാവരും എഴുന്നേറ്റ് വരും. ആദാമിന്റെ കാലം മുതലുള്ള, നമ്മൾ ആ കൂട്ടത്തിൽ കാണത്തില്ല, ആദാമിന്റെ കാലം മുതലുള്ള അവരൊക്കെ എഴുന്നേറ്റ് വരികയും അവർക്കുള്ള പ്രതിഫലമൊക്കെ കൊടുത്ത് അവര് 1000 ആണ്ട് കർത്താവിനോടൊപ്പം വാഴുകയും ഒക്കെ ചെയ്യും. ആ വാഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളസിംഹാസനം വരികയും ഈ ആകാശവും ഭൂമിയും എല്ലാം പോകും. എന്നാൽ ഒരു പുതുവാനഭൂമി ദൈവം സൃഷ്ടിക്കും. ആ പുതുവാനഭൂമിയാണ്, ആ നാളിലേക്കാണ് ഈ സൃഷ്ടികൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ഉൽപ്രാപണത്തിനേക്കല്ല. നമ്മുടെ ഉൽപ്രാപണം നടക്കുന്നത് ഒരു സൃഷ്ടിക്കും അറിയത്തില്ലായിരുന്നു. ദൈവത്തിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്ക്, മിക്കായലിന്, ഗബ്രിയേലിന്, ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ലായിരുന്നു, ഒരു സൃഷ്ടിക്കും അറിയത്തില്ലായിരുന്നു. അത് ഇടയിൽ വന്നു ചേർന്നു, അത് ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. കൃപായുഗം രഹസ്യമായിരുന്നു. അത് ഒരു സൃഷ്ടിക്കും അറിയത്തില്ല. സ്വർഗത്തിൽ ദൈവത്തിന് മാത്രമല്ലാതെ വേറെ ഒരുത്തർക്കും അറിയത്തില്ലായിരുന്നു. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല സൃഷ്ടികളും ഈ നോവോട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് റാപ്ചറിൽ നമ്മളെ ചേർക്കപ്പെടുന്ന കാര്യമല്ല. അത് എന്താണെന്നുള്ളത് മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്ന ദിനം മില്ലനിയം വാഴ്ച, അതായത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുത്തനാം യെരൂശലേം എന്ന നിത്യതയിലേക്ക് കടക്കുന്ന ദിനമാണ്. റാപ്ചറിന്റെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് അറിയാത്തവര് ഇതിനെ റാപ്ചർ നാളിൽ ഇവിടെ സകല സൃഷ്ടികൾക്കും ആ ഒരു പ്രത്യാശ, അവരുടെ പ്രത്യാശ നിവർത്തിയാകും എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. അതെല്ലാം ശുദ്ധ അബദ്ധമാണ്. കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ റാപ്ചർ നാളിൽ ഇവിടെ പിറ്റേ ദിവസം എന്ത് നടക്കും, റാപ്ചർ കഴിഞ്ഞതിന് ശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയമാണ്. അവർ വീണുപോയതിൽ നിന്ന് അവരെ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുക. ഈ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ച നാളിൽ ഈ സൃഷ്ടികളെല്ലാം അതിശ്രേഷ്ഠമായ രീതിയിൽ, അതിമഹത്വകരമായ രീതിയിലായിരുന്നു ദൈവം സൃഷ്ടിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർവ്വ മഹത്വം, അതിനെല്ലാം ഉണ്ടായിരുന്ന ഒരു പൂർവ്വ മഹത്വമുണ്ട്. അതെല്ലാം ഗ്ലോറിഫൈഡ് ആയിരുന്നു, സന്തോഷ സമൃദ്ധിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുന്ന ഒരു തേജോമയമായ അവസ്ഥ. എങ്ങനെ അതിനെയൊക്കെ വിശദീകരിക്കേണ്ടി അതിന്റെ ആ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അതെല്ലാം അതിമനോഹരം, ഗ്ലിറ്ററിങ്, അതിമനോഹരം, സ്പെക്ടാക്കുലർ, എന്ത് വാക്കുകൾ അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ അതിമനോഹരമായിരുന്നു. അത് ഭൂമി എന്നല്ല, സൂര്യനെന്നല്ല, ചന്ദ്ര നക്ഷത്രാദികളെന്നല്ല, സകലതും അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇതിനെല്ലാം ശാപമേൽക്കുവാനായിട്ടിടയായി, ഇതെല്ലാം ശപിക്കപ്പെടുവാനിടയായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ശാപത്തിന്റെ കീഴിലായി തീരുവാനായിട്ടിടയായി. അതെല്ലാം അന്നു മുതൽ ഈ ദ്രവത്വത്തിന്റെ അവസ്ഥയിലേക്ക് മാറി, ജീർണിച്ചു പോകുന്ന, ഡിക്കേ ആയി പോകുന്ന അവസ്ഥയിലേക്ക്, അതിന്റെ ഒരു അനുഭവത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ദാസ്യത്തിന്റെ കീഴിൽ ആയി പോകുവാനായിട്ടിടയായി. സൃഷ്ടിക്കുന്ന നാളില് ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഭൂമി ഇങ്ങനെ ഇന്ന് കാണുന്ന ഭൂമിയെ ആയിരുന്നില്ല ദൈവം സൃഷ്ടിച്ചിരുന്നത്. മറ്റു ഗോളങ്ങളൊക്കെ ഇന്ന് കാണുന്നത് മാതിരിയേക്കാൾ അതിമനോഹരമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അധികം ഗോളങ്ങളെ കുറിച്ച് ഡയറക്റ്റ് കണ്ടിട്ടില്ലാത്ത കാരണം നമുക്ക് അത്രമാത്രം അറിയത്തില്ല. നമുക്ക് സയൻസിൽ കൂടിയുള്ള അറിവുകളെ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ ഭൂമിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഈ ഭൂമി സൃഷ്ടിച്ച നാളിൽ നമ്മൾ ഈ കാണുന്നതിനേക്കാൾ അതിമനോഹരമായിരുന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് പറയുന്നത് കണ്ടോ, അവൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ചതെല്ലാം അതിമനോഹരമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവത്തിന് ആരോടും വൈരാഗ്യവും വാശിയും അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹാരിതയുടെ ഏറ്റവും പെർഫെക്ഷൻ എന്താണോ അതിലാണ് ദൈവം ഇതിനെല്ലാം സൃഷ്ടിച്ചിരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനത്തിൽ അതിന്റെ ഒന്നാമത്തെ വാക്യം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ തന്നെ പറയുക, ഭൂമി പാഴും ശൂന്യമായി കിടന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു. അങ്ങനെ ഒരു പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയാണോ കർത്താവ് സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. ഒന്നാമത്തെ വാക്യം 2-ാമത്തെ വാക്യത്തിനിടയിൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്, ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അതിനെ ഗ്യാപ്പ് തിയറി എന്നുള്ള ബന്ധത്തിൽ ഒക്കെ പലരും പഠിപ്പിക്കാറുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഭയങ്കര ഗ്ലോറിഫൈഡ് അനുഭവത്തിലാണ് ദൈവം ഇതിനെല്ലാം സൃഷ്ടിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം പാഴും ശൂന്യവുമായിട്ട് പോയി, വോയിഡ് ആൻഡ് ഡിസൊലേറ്റ്, അങ്ങനെ പോകുവാനായിട്ടിടയായി. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭൂമി എന്ന് പറയുന്നത് ഒറിജിനൽ ഭൂമിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. ഈ ഭയങ്കര തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തലേ ദിവസത്തെ ആ ഭയങ്കര പൂരവും അവിടുത്തെ ആ സംഗതി രാത്രി കണ്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ പകൽ അവിടെ നിന്ന് പോയി നോക്കാമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ കാണും? ഈ ഒരു വ്യത്യാസം മാതിരിയാണ് ആക്ച്വലി ഒറിജിനലി ദൈവം സൃഷ്ടിച്ചിരുന്ന ഭൂമിയുടെ അനുഭവവും പിന്നെ നമ്മൾ ഇന്നായിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ കെട്ടുപോയി, ലൈറ്റ് ഓഫ് ആയി പോയി, കംപ്ലീറ്റ് തേജസ് പോയി, എന്താ പറയുന്നത്, ജീർണിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്ക്, അത് ലൈറ്റ് ഓഫ് ആയി പോയത് മാതിരി ഒരു അനുഭവത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഇത് ഭൂമിയുടെ കാര്യം മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ സംഗതികളും സകല ചരാചരങ്ങൾക്കും അത് പറ്റിയിരിക്കുകയാണ്. അത് നമ്മള് ആദമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദമിന്റെ പാപം നിമിത്തം ഭൂമിയെ ദൈവം ശപിക്കുന്നുണ്ട്. അത് ഏതിനെ ദൈവം ശപിക്കുന്നുണ്ട്, ഭൂമിയെ ശപിക്കുന്നുണ്ട്. എന്നാൽ ഈ ശാപം ഉണ്ടായത് ഭൂമിക്ക് മാത്രമല്ല, അഖിലാണ്ടം മുഴുവനും ശപിക്കപ്പെട്ടു പോയിരിക്കുക. അത് മുഴുവനും ഈറ്റുന്നോട് കാത്തിരിക്കുക അതിന്റെ അപൂർവ മഹത്വത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് അതിനറിയാം. അതൊരു ടെമ്പററി, ഒരു ഇന്ററിം പീരീഡാണ്. ആ ഒരു ഇന്ററിം പീരീഡിലേക്ക് ഒരു ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ കീഴിൽ അതായിരിക്കുക. അതിന് താല്പര്യം ഉണ്ടായിട്ടായിരിക്കുകയല്ല, പക്ഷെ അതിനോട് കൽപ്പിച്ചിരിക്കുക. അങ്ങനെ ഇതിനെ സകലതും ഒരു വാക്കിൽ ഉളവാക്കിയ ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുക. ആ കൽപ്പന പ്രകാരം ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന് അതിന് കീഴായി അടങ്ങിയിരിക്കുക. എന്നാലും അതിനറിയാം അതിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അത് ഈറ്റുന്നവോട് കാത്തിരിക്കുക. അതിനെ ദൈവം തിരിച്ച് രൂപാന്തരപ്പെടുത്തുകയും അതിന്റെ ഗ്ലോറിഫൈഡ് അവസ്ഥയിലേക്ക് അത് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു അനുഭവം അതിനെല്ലാത്തിനുമുണ്ട്. അതിൽ സകല ചരാചരങ്ങളും അഖിലാണ്ടവും സൂര്യചന്ദ്രാദികൾ മുഴുവനുമുണ്ട്. അന്നത് അതിന്റെ പൂർവ്വ മഹത്വത്തിലേക്ക് തിരികെ വരും. ഈ ദ്രവത്വമായതും ദാസ്യത്തിന്റെയും അവസ്ഥ അന്ന് മാറും. അതെന്നു മാറുമെന്നറിയാമോ? ഒരു കൂട്ടം മനുഷ്യപുത്രന്മാർ തേജസ്സോടെ വെളിപ്പെടുന്ന ഒരു ദിനമുണ്ട്. ആ തേജസ്സിൽ വെളിപ്പെടുന്ന ദിനം, അന്ന് ഇതിനെല്ലാത്തിനും ആശ്വാസം ലഭിക്കുന്ന ദിനമാണ്. അന്ന് സൃഷ്ടി മുഴുവനും സന്തോഷിച്ച് ഉല്ലസിച്ച് നൃത്തം ചെയ്യുന്ന ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ഒരു ദിനത്തിനായിട്ട് അത് കാത്തിരിക്കുക. ഇന്നത്തെ ഈ സ്ഥിതി സൃഷ്ടി ആക്ച്വലി ആഗ്രഹിച്ചതല്ല. അതിനെ സൃഷ്ടിച്ചവന്റെ കൽപ്പന പ്രകാരം അത് അങ്ങനെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അത് മനുഷ്യപുത്രന്മാരുടെ തേജസ്കരണത്തിനായിട്ട് നോക്കി പാർത്തുകൊണ്ടിരിക്കുക. നമ്മൾ തേജസ്കരിക്കപ്പെടുവാൻ നമുക്കറിയത്തില്ലെങ്കിലും നമ്മളെക്കാളേറെ നമുക്ക് ചുറ്റുമുള്ള സൃഷ്ടികൾക്കറിയാം. ആ സൃഷ്ടികൾ വളരെ ആവലോട്, വളരെ ഈറ്റുനോവോട് അതിന്റെ ആ തേജസ്കരണത്തിന് വേണ്ടി കാത്തിരിക്കുക. 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ തിരികെ വരാം, ഒന്നുകൂടെ വായിക്കാം. 19-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. നമ്മൾ ആ വെളിപ്പെടുന്ന മനുഷ്യപുത്രന്മാർ ആ വെളിപ്പെടുന്ന ഒരു ദിനം, ഇത് റാപ്ചറിൽ നമ്മൾ വെളിപ്പെടുന്ന കാര്യമല്ല. എന്നാൽ ഇത് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ കാണിക്കാം. 20-ാമത്തെ വാക്യം അവിടെ പറയാണ്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വം. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്വം എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടില്ല, ഫോർ ദ ക്രിയേച്ചർ വാസ് മെയ്ഡ് സബ്ജക്ട് ടു എ വാനിറ്റി, നോട്ട് വില്ലിംഗ്ലി ബട്ട് ബൈ റീസൺസ് ഓഫ് ഹിം ഹു ഹാഡ് സബ്ജക്റ്റഡ് ടു സെയിം ഇൻ ഹോപ്പ്. അതിനെ അങ്ങനെ ആക്കിയവന്റെ ആ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോട് അത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു ദാസ്യത്തിന്റെ അനുഭവത്തിന്റെ കീഴിൽ അതിനെ ആക്കിയിരിക്കുകയാണ്. എല്ലാ സൃഷ്ടികളും അതിന്റെ കീഴിലായിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ആഗ്രഹിക്കുന്നത് മനുഷ്യപുത്രന്മാരുടെ തേജസ്കരണമാണ്.
നമുക്ക് എന്ന് ആ തേജസ്കരണം ഉണ്ടാകുമോ അന്ന് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആദ്യ ബാച്ചാണ്, ഫസ്റ്റ് ബാച്ചാണ്. നാം സ്വർഗത്തിലേക്ക് പോവുകയും റാപ്ചറിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഉലകം സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ ആ ഒറിജിനൽ പദ്ധതി, ആ ഒരു പദ്ധതി പ്രകാരം ഉള്ള ദൈവമക്കൾ അവർ ആ മില്ലനിയം വാഴ്ച കഴിഞ്ഞ് ആ ഒരു സ്വർഗീയ അനുഭവം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേം, പുതുവാനഭൂമിയിൽ വസിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനെല്ലാം വീണ്ടും ആ ഒരു പൂർവ്വ മഹത്വത്തിലേക്ക് അത് മടങ്ങി ചേരുവാനായിട്ട് ഇടയായിത്തീരും. 21-ാമത്തെ വാക്യം വായിക്കാം. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യം വായിച്ചത് 20-ാമത്തെ വാക്യം വായിച്ച സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് ഈ സൃഷ്ടികളെല്ലാം ആ ആശയോട് കാത്തിരിക്കുക. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മായയായ അനുഭവത്തിൽ, എന്താ പറയുന്ന ഒരു മായാജാലം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു അനുഭവത്തിന്റെ കീഴിൽ ഇതെല്ലാം ഇന്നിങ്ങനെ ആയിരിക്കുക. ഒറിജിനലി ഇങ്ങനെയല്ല ഇതായിരുന്നത്, എന്നാൽ ഇതൊരു ഇന്റരിം, ഒരു ടെമ്പററി പീരീഡിൽ ഇങ്ങനെ ആയിരിക്കുക. എന്റെ 21-ാമത്തെ വാക്യം നോക്കാം. 21-ാമത്തെ വാക്യത്തിൽ പറയുക, മനഃപൂർവ്വമായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആഗ്രഹത്തോടോ അതിന്റെ ഇഷ്ടത്തിനോ അല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം മാത്രമേ. അതായത് ദൈവമാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന്റെ മേലെ അധികാരമുള്ളത് ഉലകത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ്. അവന്റെ കൽപ്പന നിമിത്തം ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുക. ആ കൽപ്പന നിമിത്തം അത് അതിന്റെ കീഴിൽ അങ്ങനെ ആയിരിക്കുകയാണ്. അടുത്ത വാക്യം, സർവ സൃഷ്ടിയും, ഇതിൽ എന്തൊക്കെയുണ്ട്? സകല സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു. ഈ സൃഷ്ടികളൊക്കെ ഈറ്റുനോവോട് ഇരിക്കുന്നു എന്ന് തിരുവചനത്തിലായി പറയുന്നത്. ഇതെല്ലാം ഇതിന്റെ ആ പൂർവ്വ മഹത്വത്തിലേക്ക് മടങ്ങി പോകുന്ന ഒരു ദിനത്തിനെ കാത്തിരിക്കുക. ഇന്ന് നമ്മൾ ഈ കാണുന്നത് മാതിരി ആയിരുന്നില്ല ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്രാദികളൊക്കെ. ഇതൊരു അതിമനോഹരമായ അനുഭവമാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതെല്ലാം വളരെ എന്താ പറയുന്നത്, ഒരു ഫാന്റസി വേൾഡ് നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അതിനെക്കാട്ടിലും അതിമനോഹരം, അതിലൊക്കെ അപ്പുറമായ ഒരു അനുഭവത്തിലാണ് ദൈവം അതിനെയൊക്കെ സൃഷ്ടിച്ചിരുന്നത്. സകല സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇത് നമ്മൾ മനുഷ്യന്റെയും ജന്തുക്കളുടെ മാത്രം കാര്യമല്ല ഇവിടെ ഈ പറയുന്നത്, സകല സൃഷ്ടിയുമാണ്. 23-ാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഒരു വലിയ വാക്യമാണ്. ഒത്തിരി പേർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ കൺഫ്യൂസ് ആയിട്ട് പല രീതിയിലും വചനത്തെ വളച്ചൊടിച്ചും പല രീതിയിലും പഠിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. എന്നാൽ ഇതിന്റെ സത്യം എന്താണെന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവ് എന്ന ആദ്യ ദാനം, ഇത് നമ്മുടെ ആ പുത്രത്വത്തിന്റെ കാര്യം ഇവിടെ പറയാൻ കാര്യം, ഈ സകല സൃഷ്ടിയും, നമ്മൾ മാത്രമല്ല സകല സൃഷ്ടിയും ഈ ഈറ്റുനോവോട് ആ ഒരു തേജസ്സിന്റെ അനുഭവത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. അതിന്റെ പ്രാരംഭമായിട്ട് നമ്മുടെ തേജസ്കരണം ഉണ്ടാകും. നാം തേജസ്സിൽ ചേർക്കപ്പെടും. നമ്മുടെ തേജസ്കരണത്തിന്റെ ആദ്യ പടിയായിട്ട്, നമ്മളെ ആ തേജസ്കരിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് കണ്ടില്ലയോ? ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, അതായത് നമുക്ക് ഈ ആത്മാവിനെ ആദ്യ ദാനമായിട്ട് നമ്മുടെ പുത്രത്വം നമുക്ക് ലഭിക്കാൻ പോവുക. നമ്മുടെ സൺഷിപ്പ് എന്ന് പറയുന്നത് ഈ റാപ്ചറിൻ നാളിൽ നമുക്ക് ലഭിക്കുന്ന ആ പുതിയ ശരീരവും ആ റാപ്ചറിൻ നാളിനെയുമാണ് നമ്മുടെ പുത്രത്വം എന്ന് പറയുന്നത്. അത് നമുക്ക് ലഭിക്കാൻ പോവുക. അത് ലഭിക്കുന്നതിന് മുൻപായിട്ട് ആദ്യ ദാനമായിട്ട് ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക. ഇതാ ഞാൻ പലപ്പോഴും പറയാറുള്ളത്. നമ്മൾ ഈ റോമാലേഖനത്തിലൊക്കെ പഠിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും കോർ സബ്ജക്ട് ഇതാ, ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അഡ്വാൻസ് ആയിട്ട് പകർന്നിരിക്കുക. ആ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്, എന്ത് ചെയ്തപ്പോഴാണ് ലഭിച്ചത്? വിശ്വാസത്താല. എന്ത് വിശ്വാസത്താല? സുവിശേഷം വിശ്വസിച്ചപ്പോഴാണ്. എന്താ സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ ഒരു പരമസത്യമാണ്. ആ സുവിശേഷം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയക്കുകയും, ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എഫേസ്യ ലേഖനത്തില, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, അതായത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ആ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്
നിങ്ങളത് കേൾക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ മുദ്രയിടപ്പെടുവാനായിട്ടിടയായി. അങ്ങനെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക എന്നുവരെ വീണ്ടെടുപ്പിൻ നാൾ വരെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. വീണ്ടെടുപ്പിൻ നാൾ വരെ നമ്മളെ മുദ്രയിട്ടിരിക്കുക. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യത്തിൽ അതാണ് നമ്മൾ പഠിച്ചത്. സ്നാനപ്പെടുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുവെന്നും 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ പഠിച്ചു, 8-11 പഠിച്ചു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇതെല്ലാം കാണിക്കുന്നത് ആദ്യ ദാനം എന്ന പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. അതെന്താണ്? അതൊരു ഡൗൺ പേയ്മെന്റ്, അതൊരു കൺഫർമേഷൻ, അതൊരു അച്ചാരം, അഡ്വാൻസ്. എന്താണ് അഡ്വാൻസ്? നാം സ്വർഗത്തിൽ ചേർക്കപ്പെടുമെന്നും നാം ദൈവത്തിന്റെ ആ റാപ്ചർ നാളിൽ, ആ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുന്ന നാളിൽ നാം രൂപാന്തരം പ്രാപിക്കും, നാം തേജസ്കരിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു അഷുറൻസ്. വേറെ എന്താണ് നമുക്ക് ദൈവം തരാൻ പറ്റുന്നത്? ഒരു ചെക്ക് എഴുതി തരാൻ പറ്റുമോ? അതുപോലെ ദൈവം നമുക്ക് പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. അതാ ഈ വാക്യത്തിൽ പറയുന്നത്. ആത്മാവെന്ന ആദ്യ ദാനം, ആ ആദ്യത്തെ അഡ്വാൻസ് ആയിട്ട് ആത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നാമം, അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകാൻ പോകുക. നമ്മൾ പുത്രത്വം ലഭിക്കാനായിട്ട് പോവുക. വീണ്ടെടുപ്പ് റാപ്ചർ നാളിൽ ഉണ്ടാകാൻ പോവുക. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മളും ഈ ഒരു പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ആയിരിക്കുകയാണ് എന്ന് പറയുക. ഇവിടെ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കാൻ പോവുക. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോവുക. കാര്യം ഈ ശരീരം പാപ സംബന്ധമായ, പാപം വസിക്കുന്ന സാത്താന്റെ അധീനതയിലുള്ള ഒരു ശരീരമാണ്. ഈ ശരീരത്തെ സാത്താന് എന്താ പറയുന്നത്, അധികാരമുണ്ട്. ഇതിന്റെ മേൽ അധികാരമുണ്ട്. അവന് അവകാശം പറയാൻ പറ്റും. മോശയുടെ ശരീരത്തിന് വേണ്ടി അവകാശം പറയുന്ന ഒരു സാത്താനെ നമുക്കറിയാം. ആ സാത്താനെ മിഖായേൽ ഭത്സിക്കുന്നത് അറിയാം. ഇവിടെ ജനിച്ചതാണെന്നുണ്ടെങ്കിൽ മോശയുടെ ശരീരം അടക്കാൻ അവന് ആ ശരീരത്തിന് മേൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ ശരീരം, മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. മിഖായേൽ അവനെ ഭത്സിക്കുകയൊക്കെ ചെയ്യുന്ന രംഗം അറിയാം. ഇവിടെ നമ്മുടെ ഈ ശരീരം ഈ മണ്ണോട് മണ്ണ് ചേർന്ന് പോകും, ഇവിടെ പോകും. എന്നാൽ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കാൻ പോവുക. നമ്മൾ രൂപാന്തരം പ്രാപിക്കാൻ പോവുക. അത് നമുക്ക് മാത്രമല്ല, ഈ ജീവനോടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ക്രിസ്തുവിൽ മുന്നമേ മരിച്ചവർക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോവുക. മരിച്ചവരെല്ലാവരും മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും അല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. ആരെ ക്രിസ്തുവിൽ മരിച്ചവര്? ഈ സുവിശേഷം അറിയുകയും ഇതിൽ വിശ്വസിക്കുകയും ഇതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ക്രിസ്തുവിൽ മരിച്ചവർ. ഇതിൽ വിശ്വസിച്ചിരുന്നു, ഇത് അറിയാമായിരുന്നു, എന്നാൽ വേറെ പല കൂട്ടം കാര്യങ്ങളിലാണ് ആക്ച്വലി ട്രസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. സോറി, അതാണ് അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി ഗുഡി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിൽ കാര്യമില്ല. സത്യമായിട്ട് പറയണം. ദൈവവചനത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും, അതിൽ ആശ്രയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മൾ അതിൽ ആശ്രയിക്കുന്നു, വേറെ ഒന്നിനും പിന്നെ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ആശ്രയം. അത് നമ്മളെക്കാട്ടിൽ നന്നായി അറിയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറിയുന്നത് ദൈവത്തിനാണ്. അങ്ങനെ ഉള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഇവിടെ കാണും. അവർക്ക് മരിച്ചവർ ക്രിസ്തുവിൽ ആണ് അവർ മരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവര് രൂപാന്തരം പ്രാപിക്കും, അവർ വീണ്ടെടുക്കും, അവര് ഈ ദിവസം ചേർക്കപ്പെടും. പിന്നെ അന്ന് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. നമുക്ക് മാത്രമല്ല, ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും ആ സമയത്ത് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതിൽ സംശയം വെക്കേണ്ട. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം പെട്ടെന്നൊന്ന് വായിച്ചു വിട്ട് അവിടുന്ന് മാറാം. 51 മുതൽ 55 വരെയുള്ള വാക്യങ്ങളൊന്ന് കേൾപ്പിക്കാം. കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം, ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 51 മുതൽ 15 വരെ. എൻ്റെ നാക്ക് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഉളുക്കാറുണ്ട്. അധ്യായം പറയുന്നിടത്തൊക്കെ ഞാൻ പലപ്പോഴും ഈ വാക്യങ്ങളുടെ ഇത് പറയാറുണ്ട്. ക്ഷമിക്കണം, നിങ്ങൾക്കറിയാം അത് നാക്കിന് വരുന്ന ആ ഒരു ട്വിസ്റ്റ് ഓഫ് ടങ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ പറയുക. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ രഹസ്യമായിരുന്ന സ്വർഗീയ സത്യങ്ങളെ ആ മർമ്മം എന്ന് പറയുന്നത്. അതുവരെ ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളെ. ഞാനൊരു മർമ്മം AD 51 പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. ഏകദേശം കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് 20 വർഷത്തിന് ശേഷം
കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. അന്ന് വരെ ഒരു മനുഷ്യർക്കും അറിയാത്ത കാര്യമാണ് ഈ മർമ്മം എന്ന് പറയുന്നത്. അവിടെ പറയുകയാണ്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തെങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം രൂപാന്തരപ്പെടും, നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. നമുക്ക് സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഒരു സ്വർഗ ശരീരം നമുക്ക് ലഭിക്കും. ഭൗമ ശരീരങ്ങളും സ്വർഗ ശരീരങ്ങളും ഉണ്ട്. നക്ഷത്രങ്ങളും തമ്മിൽ ഭേദമുണ്ട്. മത്സ്യത്തിന്റെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ. ഇതെല്ലാം പറഞ്ഞ് ഈ അധ്യായത്തിൽ താൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് പുതിയൊരു ശരീരം, നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഈ ദ്രവത്വമുള്ളത്, നാം ഇന്നൊരു ദ്രവത്വത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നത്. അദ്രവത്വത്തെയും, അതായത് പിന്നെ ജീർണിക്കുന്നതല്ല, അത് പിന്നെ ഡീക്കേ ആവത്തില്ല. ഈ മർത്യമായത്, ഇത് മരിച്ചു പോകുന്നത്, അമർത്യത്തെയും ധരിക്കണം. പിന്നെ നമ്മൾ ഈ മോർട്ടൽ ബോഡി, ഒരു ഇമ്മോർട്ടൽ, ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി, ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. പിന്നെ മരണമില്ല, പിന്നെ നിത്യതയാണ്. പിന്നെ നമുക്ക് ഈ മരണം എന്ന് പറയുന്നൊരു സംഗതിയെ കുറിച്ച് കേൾക്കുവാനേ കഴിയത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്ന ദിവസമാണ്. നമുക്ക് മരണത്തെ നോക്കി ചോദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ പുത്രത്വത്തോട് ഈ കൃപായുഗത്തിന്റെ വാതിലടയും. എന്നാൽ അതിനുശേഷം യഹൂദനെ റീസ്റ്റോർ ചെയ്യുന്ന കാലഘട്ടം ആരംഭിക്കും. എബ്രായ ലേഖനം മുതൽ റെവലേഷൻസ്, വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ അതാണ് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം, നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം ഫിലമോൻ കൊണ്ട് ഇവിടുന്ന് തീരും, കൃപായുഗം അവസാനിക്കും. അതിനുശേഷം ആക്ച്വലി എബ്രായ ലേഖനം മുതൽ ആരംഭിക്കും. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം മുതൽ അവരെ റീസ്റ്റോർ ചെയ്യുന്ന കാലം ആരംഭിക്കും. എബ്രായ ലേഖനമായി, ഹീബ്രു എപ്പിസ്റ്റൽസ്, അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരെ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അവരുടെ അപ്പോസ്തലന്മാരായിരുന്ന പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും യൂദ അപ്പോസ്തലനും ഒക്കെ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് പിന്നെ അതിൽ കാണുന്നത്. അവരെല്ലാം ഒരു അന്ത്യകാലത്തിന്റെ സെറ്റിങ്സിലാണ് അത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്തിലേക്ക് കടക്കാൻ പോവുക, അവിടെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന ആദിഭൂതികളെക്കുറിച്ചും അതിനെന്ത് പരിഹാരം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷിക്കപ്പെടണം, അതാണ് ആ ലേഖനങ്ങളിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് ഹീബ്രു എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്നത്. എബ്രായ ലേഖനം മുതൽ ആരംഭിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ അന്ന് നിറവേറാൻ പോകുന്ന പുസ്തകങ്ങളാണ്. ഇതൊന്നും നമ്മൾ ഇന്ന് പറഞ്ഞാൽ നമുക്ക് ജനത്തിന് മനസ്സിലാകാത്തവർ അത് ഉൾക്കൊള്ളാതെ നമുക്കെതിരെ തിരിയും. ബട്ട് ദാറ്റ്സ് ഓക്കെ. കാലം ഇതൊക്കെ അവരെ തെളിയിക്കും. അന്ന് ഇങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ചേട്ടാ ഇത് നേരത്തെ മനസ്സിലായില്ലല്ലോ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അനുദപിക്കുന്ന കാലം വരും. അതുകൊണ്ട് ബെരോവക്കാരെ പോലെ ഇത് ഇങ്ങനെ തന്നെയോ എന്ന് ചിന്തിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ സൃഷ്ടിയുടെ തേജസ്കരണം നമ്മുടെ റാപ്ചറിൽ നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കൃപയുടെ വാതിലടയും, യഹൂദനെ റീസ്റ്റോർ ചെയ്യും. അന്ന് ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വീണ്ടും അന്ന് പ്രാബല്യത്തിൽ വരും. അത് പ്രാബല്യത്തിൽ വരാതിരിക്കാൻ കഴിയത്തില്ല. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് കണ്ടില്ലയോ, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എങ്ങനെ? നമ്മൾ പോയതിന് ശേഷം, നമ്മുടെ സംഖ്യ ചേർന്നതിന് ശേഷം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ഇതൊരു മർമ്മമാണ്, അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ, അതായത് ദൈവത്തിന് അറിയാം അത് എത്ര പേരാണ്. അത് ചേർന്ന് കഴിയുമ്പോൾ അതുവരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അവരെ വിട്ടുകളഞ്ഞിരിക്കുക. ഇന്ന് യഹൂദനെ ദൈവം കൈവിടപ്പെട്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ അവരെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദിനമുണ്ട്. ഈ കാലത്തിൽ അതില്ല. ഈ കാലത്തിൽ രക്ഷിക്കപ്പെടാൻ ഒരു ഇസ്രായേലിന്റെയും പുറകെ പോയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. ഒരു ഇസ്രായേലിനും ഇന്ന് രക്ഷയില്ല. ആരാണെങ്കിലും ഇന്ന് രക്ഷ കാൽവറി ക്രൂശിലാണ്. യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല, ജാതികളൊന്നുമില്ല, ആണെന്നുമില്ല, പെണ്ണൊന്നുമില്ല. എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ രക്ഷ കർത്താവിന്റെ ക്രൂശിലാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലം വരും. അന്ന് നമ്മൾ പോയതിന് ശേഷമാണ്. അതിവിടെ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അവരെ രക്ഷിക്കപ്പെടാനായിട്ടുള്ള കാലഘട്ടമാണ്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ദൈവം കർത്താവ് അവിടുന്ന് വരും. കർത്താവ് അവിടുന്ന് പലരെ അയക്കും. മോശയും ഏലിയാവിനെയും 1,44,000 പേരെ എല്ലാവരുടെ ഇടയിൽ അയക്കും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇസ്രായേലാണ് ഈ യാക്കോബ് എന്ന് പറയുന്നത്. അവരുടെ ഇന്നുള്ള ഈ അഭക്തി, യേശു ക്രിസ്തു ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. അത് മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കും
എന്ന് ദൈവം അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം അത് ചെയ്യും. ഒരു മഹാപാപ പരിഹാര ദിനം അവർക്കുണ്ടാകും. അതിനെയാണ് അവർ യോം കിപ്പോർ എന്ന് പറയുന്ന പെരുന്നാളായിട്ട് അവർ ആചരിക്കുന്നത്. ദൈവം അവരുടെ പാപങ്ങളെ മാറ്റും. കാര്യം, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ എങ്കിലും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ അവർ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അവരുടെ പിതാക്കന്മാരോട് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുന്ന, എഴുന്നേറ്റ് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക, ഞാനിത് നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുന്നതാ. ദൈവം ആ പ്രോമിസ് അവരോട് നിവർത്തിക്കും. ഞാനൊരു രാജാവിനെ അയക്കും, ഒരു രാജാവ് നീതിയോടെ നിത്യം വാഴും. ഇതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസാ. ഇടയ്ക്ക് വെച്ച് ദൈവത്തിന് ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല. ഇതിനിടയിൽ വന്നു ചേർന്ന കാലമാ കൃപായുഗം. എനിക്കും നിങ്ങൾക്കും ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞാൽ ദൈവം അവരെ ചേർക്കുന്ന കാര്യമായി പറയുന്നത്. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ, നമുക്ക് കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരണക്കേടിലായിരിക്കുന്നു. ദൈവം അവരെ എല്ലാവരെയും ഒരുപോലെ എല്ലാവരോടും കരുണ ചെയ്യേണ്ടത്, എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞിരിക്കും. ഈ ഒരു കാലഘട്ടമാണ് ഈ നടക്കുന്നത്. നമ്മളെ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്. നമ്മുടെ നിത്യതയാണ്, നമ്മുടെ നിത്യജീവനാണ്. ഹല്ലേലൂയ. ഈ കാലം കഴിയുമ്പോൾ നമുക്കിപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം നാം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ക്രിസ്ത്യാനിയും ഇതിലില്ല, ഈ വിശ്വാസത്തിലില്ല. 99 പേരും നമുക്ക് എതിര് തിരിയാൻ നിൽക്കുന്നവരാണ്. പക്ഷെ ശക്തമായിട്ട് ഈ വചനം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇത് എത്തിക്കാൻ കഴിഞ്ഞാൽ, എന്റെ വിശ്വാസം ഒരു 40% ക്രിസ്ത്യാനിയോടെങ്കിലും ഈ സത്യം നമുക്ക് അറിയിക്കാൻ പറ്റും, നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. നമ്മുടെ റാപ്ചർ കഴിയുമ്പോഴത്തേനും പീഡനകാലം ഇവിടെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവാകും, സെക്കൻഡ് കമ്മിങ്. കർത്താവ് രാജാതിരാജാവായിട്ട് ഒലിവ് മലയിലേക്ക് വരുന്നത് കർത്താവിന്റെ ആ സെക്കൻഡ് കമ്മിങ് ആണ്. അവിടെ ഒരു തേജസ്സിന്റെ സിംഹാസനം വിരിക്കും. അന്ന് വരെ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അവരെല്ലാം അവരുടെ പ്രതിഫലം സ്വീകരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. ആ 1000 ആണ്ട് വാഴ്ചയിൽ അവർ ഓൾമോസ്റ്റ് അന്ന് ജീവിക്കുന്നവരൊക്കെ 900 വർഷം 1000 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഒത്തിരി ജാതികളൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു വാഴ്ചയിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. അവിടെ മരണം കാണത്തില്ല. 900 വർഷം 1000 വർഷമൊക്കെ ആൾക്കാർ ജീവിച്ചിരിക്കുക. പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയും. ഇന്ന് 800 കോടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്ന് ഒരു 5000 കോടിക്ക് മേലെ ജനം നിറയുന്ന രീതിയിൽ ഭൂമി നിറയും. ഈ ലോകം മുഴുവനും നിറയുവാനായിട്ടിടയായിത്തീരും. അതുപോലെ അവർ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ ഏദൻ തോട്ടത്തിലെ പോലെ ഒരു അനുഭവത്തിലേക്ക് അവർ ഈ ഭൂമിയിൽ വരുവാനായിട്ടിടയായിത്തീരും. അതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ സമയം തീരുകയാണ്. ആ ഒരു വിഷയം മുഴുമിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് മുന്നോട്ട് നോക്കാം. 20-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. അന്ന് എല്ലാ സൃഷ്ടിക്കും അതിന്റെ പൂർവ്വ മഹത്വത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. അത് എന്നാ മടങ്ങി വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മില്ലനിയം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുത്തലാം യെരൂശലേമിലേക്ക് ചേരുന്ന ദിവസമാണ്. സൃഷ്ടി ദ്രവത്വത്തിന്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ ആ ദാസ്യത്തിന് കീഴിലായിരിക്കുക. അങ്ങനെ വരാൻ കാര്യം എന്താണെന്നുള്ളതായിരുന്നു ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്നത്. ഞാൻ എന്നാലും ഒറ്റയടിക്ക് പറഞ്ഞു വിടാം, അധികം സമയം അതിനുവേണ്ടി റെഫറൻസിന് എടുക്കുന്നില്ല. സാത്താന്റെ സ്വർഗത്തിലെ പോരാട്ടം കാരണം, അവന്റെ റിബല്യൻ കാരണമാണ് അന്ന് വരെ ഉണ്ടായിരുന്ന സൃഷ്ടികൾ മുഴുവനും ഇങ്ങനൊരു ശാപത്തിന്റെ കീഴിലായി പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അന്ന് സാത്താനും, അതായത് ലൂസിഫർ, അവന്റെ കൂടെ ഉണ്ടായിരുന്ന 1/3 സൈന്യവും, അതായത് സ്വർഗീയ സൈന്യത്തിലെ 1/3 സൈന്യം അവന്റെ കൂടെയാണ്. അവരും ചേർന്ന് ദൈവത്തിനെതിരെ പോരാടുവാനായിട്ടിടയായി തീർന്നു. അന്ന് ദൈവം അവരെ ദേവപർവ്വതത്തിൽ നിന്ന് വെട്ടിക്കളയുകയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന ഒരു ലെവലിലേക്ക് അവരെ വെട്ടിക്കളയുവാനായിട്ടിടയായി. എന്നാൽ നമുക്കറിയാം, വരുന്ന നാളുകളിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മിഖായേലും അവരുമായിട്ട് അടുത്തൊരു യുദ്ധം ഉണ്ടാകും. മിഖായേൽ ആ സ്വർഗ സ്ഥലങ്ങളിൽ നിന്ന് അവരെ വെട്ടി ഭൂമിയിലേക്ക് ഇടും. അങ്ങനെ സാത്താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ ഭൂമിയിൽ വരുന്നതാണ് ഈ 3.5 വർഷത്തെ മഹാപീഡന കാലം എന്ന് പറയുന്നത്. അന്ന് അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അലർന്ന് സിംഹം പോലെ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ആ 3.5 വർഷം കഴിയുമ്പോൾ അവനെ ഒരു ദൂതൻ പിടിച്ച് അഗാധ കൂപത്തിലേക്ക് അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ആ കള്ള പ്രവാചകനെയും എതിർ ക്രിസ്തുവായിട്ട് നിൽക്കുന്നവനെയും പിടിച്ച് ആ അഗാധ കൂപത്തിൽ തള്ളുകയും പഴയ പാമ്പായ ഈ സർപ്പം, ഈ ലൂസിഫറിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിൽ ഇടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ദേവപർവ്വതത്തിൽ നിന്നും
സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന ലെവലിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് അഗാധ കൂപത്തിലേക്ക് വെട്ടിക്കളയുന്ന ഒരനുഭവമാണ് സാത്താന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം ഈ സൃഷ്ടികളുടെ എല്ലാം അപൂർവ മഹത്വത്തിലേക്ക് അത് മടങ്ങി വരും. ആ മില്ലിനിയം വാഴ്ച അതോടുകൂടി കഴിയും. വെള്ള സിംഹാസനത്തിലെ ന്യായവിധി അതോടുകൂടെ കഴിയും. അതിനുശേഷം ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ദൈവം സൃഷ്ടിക്കുകയും ഇതിനെല്ലാം റീസ്റ്റോർ ചെയ്യുകയും ഇതെല്ലാം അപൂർവ മഹത്വത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഉൽപ്പത്തി ആരംഭിച്ചെങ്കിലും നമുക്ക് പ്രവാചക പുസ്തകങ്ങളിലാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത്. കൂടുതലായിട്ട് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ അത് പറയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കോട്ടയം ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന എൽദോ ബ്രദർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ദീർഘമായ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 or 7 എപ്പിസോഡ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് സൃഷ്ടിയുടെ തേജസ്കരണം എന്ന് പറഞ്ഞിട്ട് ഈ സൃഷ്ടിപ്പിന്റെ എല്ലാം തേജസ്കരണം വളരെ ബേസിക് കാര്യം മുതൽ സകലതും തേജസ്കരിക്കപ്പെടുന്ന ലെവലും വരെയുള്ള കാര്യങ്ങൾ എൽദോ ബ്രദറിന്റെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ ആ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഞാനത് അതിന്റെ ആ ഒരു കീ പോയിന്റുകൾ മാത്രം ഓടിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഈ റോമാലേഖനത്തോടുള്ള ബന്ധത്തിൽ അത്രയും ഡീറ്റെയിലിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ അതിന്റെ ആ ഒരു പെരിഫറൽ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ദൈവം അന്ന് ഈ സാത്താന്റെ പാർപ്പിടമായിരുന്നു. അതായത് സാത്താനെ ദൈവം ശപിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ പാർപ്പിടമായിരുന്നു ഏദൻ എന്ന് പറയുന്നത്. അവന്റെ ഹാബിറ്റേറ്റ് ആയിരുന്നു. ആ പാർപ്പിടമായിരുന്ന ഏദനും അവൻ യഥേഷ്ടം പാറി പറന്ന് സന്തോഷിച്ച് നടന്നിരുന്ന സകല വാനഗോള നക്ഷത്രങ്ങളും സകലത്തിലും അവൻ അധികാരം, സകല വാനഭൂമികൾ അന്ന് അതിമനോഹരമായി സൃഷ്ടിച്ചിരുന്നതാണ്. അതിൽ യഥേഷ്ടം അധികാരത്തോടുകൂടി വിരഹിച്ചിരുന്ന ആ ഒരു സാത്താനെ എന്നേക്കുമായിട്ട് ദൈവം അവിടെ നിന്ന് വെട്ടിക്കളയുകയും ഇതെല്ലാം ശാപത്തിന്റെ കീഴിലാവുകയും ചെയ്തു. ഭൂമി അന്ധകാരം മൂടപ്പെടുവാൻ, ഭൂമി വെള്ളത്താൽ ചുറ്റപ്പെടുവാൻ. എത്ര മനോഹരമായി സൃഷ്ടിച്ചിരുന്ന ഭൂമിയാണെന്നറിയാമോ? അതിനെ വെള്ളത്താൽ നിറച്ചിട്ട് ഇരുട്ട് അതിന്റെ മേലെ ബാധിച്ചിട്ട് അന്ധകാരം മൂടി തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കായി. എന്നാൽ അതിന്റെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അതിനെ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയും, പ്രകാശം ഉണ്ടാവുകയും അതിനെ അങ്ങനെ മനുഷ്യവാസ യോഗ്യമാക്കി തീർക്കുകയും പിന്നീട് അതിനെ പുനരുദ്ധാനം ചെയ്യുന്നത്, ഒരു പുനരുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതെല്ലാം അതിന്റെ ആ ഒറിജിനൽ മഹത്വത്തിലേക്ക് മടങ്ങിച്ചേരുന്ന ഒരു ദിവസം വിദൂര ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. നാം അതിലെല്ലാം ആയിരിക്കാൻ പോവുകയാണ്. ആ മഹത്വമെല്ലാം നമ്മളും മഹത്വത്തോടെ അനുഭവിക്കാൻ പോവുകയാണ്. അന്ന് നമ്മുടെ പവർ അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അധികാരമാണ്. കർത്താവ് അതിനെ ഇരുണ്ടു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഇരുണ്ടു പോയതുപോലെ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. കർത്താവിനോടൊപ്പം ഇതിനെ അഖിലാണ്ടത്തെ മുഴുവനും വാഴുന്ന അധികാരത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അത്ര ഭയങ്കരമായ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ ചേർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സൃഷ്ടി അതിന്റെ പൂർവ്വ മഹത്വത്തിലേക്ക് മടങ്ങിച്ചേരുന്ന ഒരു ദിനം വരും. ഇതിന്റെ ബാക്കി അടുത്ത 2 വാക്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നമ്മുടെ സമയം തീർന്നു പോയിരിക്കുന്നു. ഈ വാക്യങ്ങളും ഈ വചനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആശ്വാസം പകരട്ടെ, നിങ്ങൾക്ക് പ്രത്യാശ തരട്ടെ. സ്വർഗത്തിലേക്കുള്ള ആ ചേരുവാനുള്ള ദിനം, ആ നിത്യതയിലുള്ള പ്രത്യാശയും സ്നേഹവും സന്തോഷവും വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. അനേകരോട് ഈ സത്യസുവിശേഷത്തെ അറിയിക്കുവാൻ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് ഇന്ന് നമ്മിൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ ദിനങ്ങൾ അനേകർക്ക് ലഭ്യമാകുവാൻ ദൈവം നിങ്ങളിലൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകും.